പണ്ടത്തെ നമ്മുടെ സൗന്ദര്യ സങ്കല്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിരുന്നു? മുട്ടോളം മുടി. അതായിരുന്നു ഒരു പെണ്ണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടോളം മുടിയുള്ളവളാണോ എന്നുള്ളതായിരുന്നു എല്ലാവരും നോട്ട് ചെയ്തിരുന്നൊരു കാര്യം. ഇന്നിപ്പോൾ അത് കഴുത്തോളാണ്. മുടി ലെങ്ത് പറഞ്ഞാൽ ആർക്കും ഒരു വിഷയമുള്ള കാര്യമില്ല. പക്ഷേ പി സി ഒ എസിലോട്ട് വരുമ്പം ആൻഡ്രോജനിക് അലോപേഷ്യ കഷണ്ടിയായി വരുന്നു. ആ മുടി പിന്നെ വളരുന്നത് മീശയായിട്ടും താടിയായിട്ടും ഒക്കെയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എത്രത്തോളം ഉണ്ടെന്നുള്ളത് കുട്ടികൾ അറിയുന്നില്ല. അതാണ് ഒരു പ്രധാന പ്രശ്നം. പണ്ടും പറയാറുണ്ടായിരുന്നു, അഴിച്ചിട്ടാൽ താഴെത്തുന്ന മുടിയുണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ അവളെ സ്നേഹിച്ചെന്നൊക്കെ. ഇപ്പോഴും അവൾക്ക് മുടി താഴെ എത്തുന്നുണ്ട്, പക്ഷെ മുടി കൊഴിഞ്ഞു പോയിട്ടാണെന്ന് എൻ്റെ ഒരു സുഹൃത്തിനോടൊക്കെ പറയുന്നത്. ഇതിൽ ആയുർവേദത്തിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ചികിത്സ ഉണ്ട്. മുടികൊഴിച്ചിലിനുള്ള ചികിത്സ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ ഗട്ട് ക്ലിയർ ചെയ്യണം. ഇന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 4 പേരുള്ള ന്യൂക്ലിയർ ഫാമിലി ആവുമല്ലോ, 4 പേരുള്ളവർ 2 പേരുടെ ഗട്ടും പ്രശ്നമാണ്. ഒന്നെങ്കിൽ ദഹനക്കേട്, അല്ലെങ്കിൽ ഒരു പുളിച്ചതായിട്ടൽ. എപ്പോഴും നമ്മുടെ ആയുർവേദ അസുഖങ്ങളെല്ലാം ഗട്ട് റിലേറ്റഡ് ആണ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ട് ഈ പീരീഡ്സ് കറക്റ്റാക്കി എങ്കിൽ മാത്രമേ ഈ മുടികൊഴിച്ചിലിനൊരു സൊല്യൂഷനുള്ളൂ. നമുക്ക് ആയുർവേദത്തിൽ കംപ്ലീറ്റ് സൊല്യൂഷനുള്ള ഒരു കാര്യം തന്നെയാണ് PCOS.